ഞങ്ങളൊരു അത്യാവശ്യം സുഖേട്ടനെ കൊണ്ട് സാധിപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്താ? ഞങ്ങൾക്കൊരു കുട്ടിയാണേ. മോളാണ്. പിന്നെ മോളുടെ ഒരു അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ. ഓ ഏത് സ്കൂളാ? മൗണ്ട് മണ്ടോദരി പബ്ലിക് സ്കൂൾ. എവിടെ? മൗണ്ട് മണ്ടോദരി പബ്ലിക് സ്കൂൾ. അയ്യോ, അവിടെയൊക്കെ വേണോ? അതെന്താ? അല്ല, അതൊക്കെ വലിയ ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ അത്? അതെ, അവിടെ തന്നെ വേണം, അതിനല്ലേ. അല്ല, അതെ, CBSE സ്കൂളൊക്കെയാണ്. പക്ഷെ അവിടെ നല്ല ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. പൈസ പ്രശ്നമല്ല. പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണേ. എന്നാലും സുഖേട്ടൻ വിചാരിച്ചാ നടക്കും. അല്ല, സംഭവം ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ നടക്കും. ഇപ്പൊ ഒരു മാസത്തെ ലീവിന് സത്യശീലം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യം സഹായിച്ചു തരണം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് ഞാൻ സംസാരിച്ച് റെഡിയാക്കാം. പിന്നെ ഞാൻ സത്യശീലം ഒന്ന് കാണാതിരിക്കായിരുന്നു. അതെന്താ? ഇപ്പൊ അടുത്ത മാസം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ്. ഒരു ചെറിയൊരു തുക സംഭാവനയൊക്കെ ആയിട്ട് പാർട്ടിക്ക് തരണം. പാർട്ടിയുടെ ഒക്കെ നിലനിൽപ്പ് അതാണല്ലോ. അതൊന്നും കുഴപ്പമില്ല, അതെന്താന്ന് വെച്ചാൽ ചെയ്യും. അതെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്കൂളിൽ വിളിച്ചു പറഞ്ഞിട്ട് അവരിപ്പോ എമൗണ്ട് ഒക്കെ പറയും. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോ കുറച്ചൊക്കെ കുറച്ച് തരും. കുട്ടി അവിടെ തന്നെ പഠിക്കട്ടെ. നന്നാവട്ടെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെയൊന്നും പോണ്ടാട്ടാ. കുറച്ച് സെറ്റപ്പിലൊക്കെ പോ. അത് ഞാൻ ശരിയായിക്കോളാം. ശരി. സാർ ഇവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞില്ലേ. സാറിന് അറിയാലോ ഇവിടെ എന്ത് റഷ് ആണെന്ന്. സാർ ഇവിടെ ഒരു സീറ്റ് പോലും ഇല്ല. എനിക്ക് ചെയ്യാൻ പറ്റാ. അല്ല, ഡൊണേഷന്റെ അല്ല, സാർ പറയുമ്പോ എനിക്ക് അങ്ങനെ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഓക്കെ സാർ, ഞാൻ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ശരി ശരി. മാഡം, ന്യൂ അഡ്മിഷനാണ്. ഇവിടെ സുഗതൻ സാർ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, സത്യശീലൻ NRI. ഓക്കെ ഓക്കെ, സിറ്റ് ഡൗൺ. നമസ്കാരം. ഫീ ഒക്കെ അഡ്മിഷൻ ഫീ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബിൽഡിംഗ് ഫണ്ടാണ് എക്സ്ട്രാ വരുന്നത്. ഒരു 25,000 അതും കൂടെ അടയ്ക്കണം. അത് മിസ്റ്റർ മന്മഥൻ ഹെൽപ്പ് ചെയ്യും. മാഡം, ഈ പ്ലേ ഗ്രൗണ്ട് വൈഡനിങ്ങിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പ്ലേ ഗ്രൗണ്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാണ്. കാരണം നമ്മൾക്ക് ഇവിടെ പഠിത്തം മാത്രം പോരല്ലോ, കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ നോക്കണല്ലോ. അതുകൊണ്ട് അതിനൊരു 15,000 അതും കൂടെ ഒന്ന് പേ ചെയ്യാം. ഓക്കെ, എന്താണെന്നറിയാമോ സാർ, നമ്മുടെ ഇവിടുത്തെ കുട്ടികളെല്ലാം മിടുക്കന്മാരാ. ക്രിക്കറ്റ് ബാറ്റുമായിട്ടും കൂടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അടിക്കുന്ന ബോളെല്ലാം സിക്സറാണ്. നേരെ അപ്പുറത്തെ വിളയെ പോകും. പിന്നെ ആ വിളയും കൂടെ ഞങ്ങൾ മേടിച്ചു. മന്മഥൻ, സോറി, ആ പറമ്പ് ലാൻഡ്. ഓക്കെ. പിന്നെ മോളു കൈ എടുക്കൂ. ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ കേട്ടോ. ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. എത്ര ചെറിയ കുട്ടിയായാലും ഷാർപ്പ് 7:30 ഇവിടെ ക്ലാസ് തുടങ്ങും. 7 ഇവിടെ കുട്ടി ഉണ്ടാവണം. അല്ല, അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇവിടെ പറ്റില്ല. ഇവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ മന്ത്ലി എല്ലാ ലാസ്റ്റ് സാറ്റർഡേയും ഇവിടെ ഒരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടാവും. അതിന് നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. ഞാൻ ഗൾഫിലാണ് മേഡം. അതിനെന്താ, വൈഫ് ഇവിടെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ സ്കൂൾ ടൈമിൽ കുട്ടിയെ കാണാൻ അനുവദിക്കുന്നതല്ല. ഇനി അഥവാ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പ്രിൻസിപ്പലിനോട് നിങ്ങൾക്ക് അനുവാദം ചോദിച്ചിട്ട് കാണാം. സത്യം പറഞ്ഞാൽ അപ്പൊ ഒരു ജയില് പോലെ തന്നെയാണല്ലേ സാറേ? ജയില് പോലെയല്ല, ജയില് തന്നെയാണ്. അത്രയും അച്ചടക്കവും ചീട്ടയും കർശനമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വേണം സാറേ. ഗൾഫിലും അങ്ങനെ തന്നെയാണ്, വളരെ സ്ട്രിക്റ്റാ. രാവിലെ നമ്മൾ ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പനയാണ് കയറി കഴിഞ്ഞാൽ 100 പന കയറിയാലേ പച്ചവെള്ളം കുടിക്കാൻ പറ്റും. അത്ര ഓക്കെ. പിന്നെ ഇവിടെ കുതിര സവാരി, നീന്തൽ, കുങ്ഫു, കരാട്ടെ ഇതൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. മോള് നീന്തുവായിരുന്നു. ഓ, ഇടയ്ക്ക് കൊണ്ട് ഇട്ടു അല്ലേ, സ്റ്റോപ്പ് ചെയ്തു. എല്ലാ പാരന്റ്സിന്റെ കുഴപ്പം ഇതാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ടാലൻസ് അവർ ബോണായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വഴിക്കിടുക, അതിന് പ്രോത്സാഹിപ്പിക്കണ്ടേ? അതെ, നമ്മളായിട്ട് നിർത്തിയതല്ല. പിന്നെ കുട്ടി ഒരു 1.5 വയസ്സ് വരെ നീന്തി. അത് കഴിഞ്ഞ പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി. മിസ്റ്റർ മന്മഥൻ, മാഡത്തിന് ജോക്ക് ഇഷ്ടമല്ല. ഷീസ് നോട്ട് എ ജോക്കർ. പിന്നെ ഇവിടുത്തെ യൂണിഫോം ഞങ്ങൾ പറയുന്ന കടയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. ഓക്കെ, അതിനുള്ള സ്ലിപ്പ് മന്മഥൻ തരും. അതുപോലെ തന്നെ ഷൂ ഞങ്ങൾ പറയുന്ന ബ്രാൻഡ് ആയിരിക്കണം കുട്ടി ഇടുന്നത്. അത് ഒരു ബ്ലാക്ക് ഷൂ ആയിരിക്കും. ബ്ലാക്ക് ആണോ? കുഴപ്പമില്ല, ബ്ലാക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, അതൊന്നും ഇവിടെ പറ്റില്ല. അതെ, നല്ല ബ്ലാക്ക് ആണ് മേഡം. ഞങ്ങൾ പറയുന്ന ഷോപ്പിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇതേപോലത്തെ ബ്ലാക്ക് ആണ്. അല്ലല്ല, നമുക്ക് വേണ്ടത് അത് നിങ്ങൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇവിടെ ഇന്ത്യൻ ബ്ലാക്ക് ആണ് വേണ്ടത്. ഇന്ത്യൻ ബ്ലാക്ക്. കുട്ടി ഞങ്ങൾ പറയുന്ന ബ്രാൻഡ്
ബ്രാൻഡിലുള്ള ഷൂ അല്ല ഇടുന്നെങ്കിൽ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റില്ല. അത് മാത്രമല്ല നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും. ഓക്കെ, ആ സ്ലിപ്പ് കൊടുത്തോണം. അപ്പൊ നിങ്ങൾ യൂണിഫോം മേടിക്കാനുള്ളത് മൊയ്തൂസ് ടെക്സ്റ്റൈൽസിൽ നിന്നാണ്. ഷൂസ് ഒക്കെ അതിന്റെ അടുത്ത് തന്നെ അവരുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ നിന്നാണ് ഷൂസ് മേടിക്കുക. അതാകുമ്പോൾ കറക്റ്റ് നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും. ഓക്കെ മതി. പിന്നെ സ്കൂൾ ബസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിസ്റ്റർ മന്മഥൻ പറഞ്ഞു തരും. പിന്നെ സ്കൂളിന്റെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്ക് SMS വഴി വന്നോളൂ. ഓക്കെ ശരി മാഡം. ഓക്കെ ഓക്കെ. ഹലോ. സർ ഞാനത് ചെക്ക് ചെയ്തു. ഓക്കെ നമുക്കത് ശരിയാക്കാം.